Nabi Saleh up over where through a traffic road 6 kilometers from here on the way. Yeah, on the way. സീനാക്ക് സമീപം ഇസ്രായേലരെ താമസിപ്പിച്ച് 7359 അടി ഉയരമുള്ള ഈ സീനാ പർവ്വതത്തിന്റെ മുകളിൽ 40 ദിവസം ഭജനമിരിക്കുവാൻ അല്ലാഹു മൂസായോട് കൽപ്പിച്ചു. അധ്യായം 7 അഅറാഫ് സൂക്തം 142. وواعدنا موسى 30 ليلة وأتممناها ب10 فتم ميقات ربه 40 ليلة وقال موسى لأخيه هارون اخلفني في قومي وأصلح ولا تتبع سبيل المفسدين. മൂസാക്ക് നാം 30 രാത്രി നിശ്ചയിച്ചു കൊടുക്കുകയും 10 കൂടി ചേർത്ത് അത് പൂർത്തിയാക്കുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിന്റെ രക്ഷിതാവ് നിശ്ചയിച്ച 40 രാത്രിയുടെ സമയപരിധി പൂർത്തിയാക്കി. മൂസ തന്റെ സഹോദരനായ ഹാറൂൻ നബിയോട് പറഞ്ഞു, എന്റെ ജനതയുടെ കാര്യത്തിൽ നീ എന്റെ പ്രാതിനിധ്യം വഹിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും കുഴപ്പക്കാരുടെ മാർഗം പിന്തുടരാതിരിക്കുകയും ചെയ്യുക. ഹോറേബ് എന്ന് ബൈബിളിൽ പറയുന്ന ഈ പർവ്വതമുകളിൽ മൂസാ നബി വചനമിരിക്കുമ്പോഴാണ് അള്ളാഹുവിനെ കാണണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. അപ്പോൾ അള്ളാഹു പറഞ്ഞു, അധ്യായം 7 അഅറാഫ് സൂക്തം 143. നീ എന്നെ കാണുകയില്ല, എങ്കിലും അടുത്തൊരു മലയിലേക്ക് നോക്കൂ. ആ പർവ്വതത്തിലേക്ക് അള്ളാഹു പ്രത്യക്ഷപ്പെട്ടപ്പോഴേക്കും അത് പൊടിഞ്ഞു തകർന്നു. മൂസാ നബി ബോധം കെട്ട് വീണു. പിന്നീട് ബോധം തെളിഞ്ഞു. അള്ളാഹുവിന്റെ സാന്നിധ്യം താങ്ങാനാവാതെ തകർന്ന പർവ്വതം സീനാ പർവ്വതത്തിന് സമീപം ഈ താഴ്വരയിൽ എവിടെയോ ആയിരുന്നു. ഇസ്രായേല്യർ ഉൾപ്പെടുന്ന അന്നത്തെ ജനങ്ങളെ നിർമാർഗത്തിലേക്ക് നയിക്കാൻ ദൈവം തൗറാത്ത് ആകാശലോകത്തിൽ നിന്ന് മൂസാ നബിക്ക് ഇറക്കിക്കൊടുത്തത് സീനാ മലയിൽ വെച്ചാണ്. മോസസിന് 10 കമൻമെന്റ് അഥവാ 10 കൽപ്പനകൾ കിട്ടിയത് ഇവിടെ വെച്ചാണെന്ന് ക്രിസ്ത്യാനികളും ജൂതന്മാരും വിശ്വസിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട കൽപ്പന ഇങ്ങനെ വായിക്കാം. ബൈബിൾ പഴയ നിയമം പുറപ്പാട് 20 2 മുതൽ 5 വരെ വചനങ്ങൾ. നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു. ഈജിപ്ത് ദേശത്തിലെ അടിമഭവനത്തിൽ നിന്ന് നിന്നെ മോചിപ്പിച്ചു കൊണ്ടുവന്നവൻ ഞാനല്ലാതെ മറ്റു ദേവന്മാർ എനക്കായി ഉണ്ടാകരുത്. മുകളിൽ സ്വർഗത്തിലുള്ളതോ താഴെ ഭൂമിയിലുള്ളതോ ഭൂമിക്കടിയിൽ വെള്ളത്തിലുള്ളതോ ആയ യാതൊന്നിന്റെയും ബിംബം ഉണ്ടാക്കരുത്. നീ അവയ്ക്ക് മുമ്പിൽ തല കുനിക്കുകയോ അവയെ സേവിക്കുകയോ അരുത്. പർവ്വതത്തിന്റെ ഏറ്റവും മുകളിൽ ജസ്റ്റീനിയൻ ചക്രവർത്തി നിർമ്മിച്ച ചർച്ച്. ഉസ്മാനിയ ഭരണകാലത്ത് നിർമ്മിച്ച കൊച്ചു മുസ്ലിം പള്ളി. മൂസാ നബി സീനാ പർവ്വതത്തിൽ നിന്ന് തിരിച്ചു വന്നപ്പോഴേക്കും ഇസ്രായേല്യരിൽ ഒരു വിഭാഗം സാമിരി എന്ന സ്വർണ്ണപ്പണിക്കാരൻ ഉണ്ടാക്കിക്കൊടുത്ത സ്വർണ്ണ പശുക്കുട്ടിയെ പൂജിച്ച് അള്ളാഹുവിന്റെ കോപത്തിനിരയായത് ഈ വാദി റാഹയിൽ താമസിക്കുമ്പോഴാണ്. ഇക്കാര്യമാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഗവേഷകൻ കമാൽ ഔദ വിവരിക്കുന്നത്. وانتظروا سيدنا موسى حينما ذهب إلى ميقات. ഇക്കാര്യമാണ് സൂയസ് കനാൽ യൂണിവേഴ്സിറ്റി റിസർച്ച് സെന്ററിലെ ഗവേഷകൻ കമാൽ ഔദ വിവരിക്കുന്നത്. يقال أن هناك تجمع بني إسرائيل في هذه المنطقة وانتظروا سيدنا موسى حينما ذهب إلى ميقات ربه. والعجل الذي عبده بني إسرائيل مطبوع على الصخر بمواجهة وادي الراحة، مطبوع على الجبل في مواجهة وادي.
ഈ പ്രദേശം ഇപ്പോൾ സെന്റ് കാതറിൻ വില്ലേജിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കൈറോയിൽ നിന്ന് 510 കിലോമീറ്റർ ദൂരെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. പിന്നീട് മൂസാ നബിയുടെ സഹായിയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ഹാറൂൻ നബി നിര്യാതനായി. അദ്ദേഹത്തിന്റെ ഖബറിന്മേൽ ക്രിസ്ത്യാനികൾ സ്ഥാപിച്ച കെട്ടിടമാണ് തുവാ താഴ്വരയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കുന്നിൻ മുകളിൽ കാണുന്നത്. ഹാറൂൻ മൂസാ നബിയുടെ കാലത്ത് അഥവാ BC 13-ാം നൂറ്റാണ്ടിൽ ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ഒരു ധനാഢ്യൻ ജീവിച്ചിരുന്നു. ഖൈറോയിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെ ഹസർ ഖാറൂൻ എന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ഖുർആൻ പറയുന്നു, അധ്യായം 28 ഖസസ് സൂക്തം 76, തീർച്ചയായും ഹാറൂൻ മൂസായുടെ ജനതയിൽപ്പെട്ടവനായിരുന്നു. എന്നിട്ടും അവൻ അവരോട് അതിക്രമം കാണിച്ചു. ശക്തരായ ഒരു സംഘത്തിന് പോലും വഹിക്കാൻ കഴിയാത്ത ഭാരമായിരിക്കത്തക്കവണ്ണം നിക്ഷേപങ്ങൾ നാം അവന് നൽകുകയും ചെയ്തു. അവന്റെ ജനങ്ങൾ അവനോട് പറഞ്ഞു, നീ അത്യധികം ആഹ്ലാദിക്കരുത്. അമിതമായി ആഹ്ലാദിക്കുന്നവരെ ദൈവം ഇഷ്ടപ്പെടുകയില്ല. ഇത് ഖാറൂന്റെ കിണർ, ബുഹൈറത്ത് ഖാറൂൻ അഥവാ ഖാറൂൻ തടാകം എന്ന പേരിൽ ഇപ്പോഴും അറിയപ്പെടുന്ന ഈ തടാകത്തിലെ മത്സ്യബന്ധനവും ചുറ്റുമുള്ള കൃഷിയും അവനെ കോടീശ്വരനും അഹങ്കാരിയുമാക്കി. തന്റെ സമ്പൽ സമൃദ്ധി സ്വന്തം അറിവ് കൊണ്ട് നേടിയതാണെന്നും ദൈവത്തോട് തനിക്ക് കടപ്പാടില്ലെന്നും ധിക്കാരപൂർവം അവൻ പ്രഖ്യാപിച്ചു. പ്രതിഫല നാളിനെ അവൻ നിഷേധിച്ചു തള്ളി. മാത്രമല്ല, അവൻ ഗുണ്ടായിസത്തിന് ഒരുങ്ങുകയും മൂസാ നബിക്കെതിരിൽ നിരവധി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. തന്റെ പ്രൗഢി ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ അവനൊരു പ്രകടനം നടത്തി. ഭൗതിക ലോകം പരീക്ഷണത്തിനുള്ള താൽക്കാലിക ലോകം മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് അവന്റെ പ്രൗഢിയിൽ യാതൊരു അസൂയയോ പരിഭവമോ അസംതൃപ്തിയോ അനുഭവപ്പെട്ടില്ല. എന്നാൽ വിശ്വാസത്തിൽ ബലഹീനരായ ആളുകൾ അതുപോലെ തങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്ന് പരിഭവിച്ചു. അധികം താമസിച്ചില്ല, അവനെയും അവന്റെ വീടിനെയും അള്ളാഹു ഭൂമിയിലേക്ക് താഴ്ത്തിക്കളഞ്ഞു. ഈ സ്ഥാനത്ത് നിസ്സഹായനായി ഭൂമിയിലേക്ക് താഴ്ന്നുപോയ അവനെയും പരിവാരങ്ങളെയും രക്ഷിക്കാൻ ആർക്കും സാധിച്ചില്ല. വഞ്ചനയിലൂടെയും അല്ലാതെയും പണം സമ്പാദിച്ചു നാട്ടിൽ ഗുണ്ടായിസം നടത്തുന്നവർ ഓർക്കുക, അന്ന് ഖാറൂനെ ആഴ്ത്തിക്കളഞ്ഞ അള്ളാഹുവിന് നിങ്ങളെയും നിഷ്പ്രയാസം നശിപ്പിക്കാൻ സാധിക്കും. കൂടാതെ പരലോകത്തിലെ നരകശിക്ഷ എന്തുമാത്രം കഠിനകഠോരവുമാണ്. വിനീതരാവുക, നന്മയിലേക്ക് മടങ്ങുക, അള്ളാഹുവോട് നന്ദി കാണിക്കുക. ബൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരം. ഫലസ്തീനിൽ ജീവിച്ചിരുന്ന ദാവൂദ് നബിയുടെ പുത്രൻ സുലൈമാൻ അലൈഹിസ്സലാം എന്ന പ്രവാചകൻ പിതാവിന് ശേഷം രാജാവായി അധികാരമേറ്റു. അദ്ദേഹത്തിന് അള്ളാഹു നൽകിയ നിരവധി അമാനുഷിക സിദ്ധികളിൽ ഒന്നായിരുന്നു പക്ഷികളുമായി സംസാരിക്കാനുള്ള കഴിവ്. യമനിലെ മഗ്രിബിനടുത്ത് താമസിച്ചിരുന്ന സബഅ് ഗോത്രക്കാർ അവരുടെ രാജ്ഞിയായ ബൽഖീസിന്റെ നേതൃത്വത്തിൽ സൂര്യനെ ആരാധിക്കുന്നതായി താൻ കണ്ടുവെന്ന് മരംകൊത്തി പക്ഷി സുലൈമാൻ